പൊതുവിപണിയിൽ അരിക്കും പലവ്യഞ്ജനങ്ങൾക്കും വില കുതിക്കുന്നു. ഓണം അടുത്തെത്തിയതോടെയാണ് എല്ലാ ഇനം ഭക്ഷ്യസാധനങ്ങൾക്കും വില ഉയർന്നത്. ഇതോടെ ഇത്തവണ മലയാളിക്ക് ഓണം ചിലവേറിയ ഓണമാകുമെന്ന് ഉറപ്പായി. ഈ ഓണക്കാലം മലയാളിക്ക് അത്ര സുഖകരമായിരിക്കില്ല. പോക്കറ്റിലെ കീശ കാലിയാകും, അടുക്കളയിൽ ചിലവേറും. കാരണം പൊതുവിപണിയിൽ അരിക്കും പലവ്യഞ്ജനങ്ങൾക്കും വില കുതിക്കുകയാണ്. ഓണം അടുത്തെത്തിയതോടെയാണ് എല്ലാ ഇനം ഭക്ഷ്യസാധനങ്ങൾക്കും വില കുതിച്ചുയരുന്നത്. അരിക്ക് 4 രൂപ വരെ കിലോയ്ക്ക് കൂടിയിട്ടുണ്ട്. പലവ്യഞ്ജനങ്ങൾക്ക് കിലോയ്ക്ക് 40 രൂപ വരെയാണ് ഉയർന്നത്. മട്ട, കുറുവ, ബോധന തുടങ്ങിയ എല്ലാ ഇനം അരിക്കും വിലയിൽ വർധനവുണ്ടായി. കുറുവ അരിക്ക് കിലോയ്ക്ക് 55 രൂപ വരെ എത്തി. ജില്ലയിലെ മൊത്ത വിൽപ്പന കേന്ദ്രങ്ങളിൽ കിലോയ്ക്ക് 140 രൂപയായിരുന്ന തുവരപ്പരിപ്പ് 160 മുതൽ 175 വരെ രൂപയാണിപ്പോൾ. 78 മുതൽ 80 രൂപയായിരുന്ന വൻപയറിനിപ്പോൾ 100 രൂപ മുതലാണ് വില തുടങ്ങുന്നത്. ചില്ലറ വിൽപ്പന 110 മുകളിലെത്തും. മഞ്ഞൾ കിലോ 200 രൂപയാണ്. 160 രൂപയായിരുന്നു ഒരു മാസം മുമ്പ് വരെ. 140 രൂപയായിരുന്ന ഗ്രീൻ പീസിന് 175 രൂപയായി ഉയർന്നു. ചെറുപയർ 90 മുതൽ 100 വരെ എത്തി. ചില്ലറ വിൽപ്പനയിൽ 110 മുകളിലാണ്. നേരത്തെ 95 രൂപയുണ്ടായിരുന്ന വൻപയർ ഇപ്പോൾ 110 വിൽപ്പന. മുളകിന് മാത്രമാണ് വില അല്പം കുറവുള്ളത്. 220 രൂപയുണ്ടായിരുന്ന മുളക് വില 175 രൂപയായി കുറഞ്ഞു. 130 രൂപയുണ്ടായിരുന്ന 1 ലിറ്റർ വെളിച്ചെണ്ണക്ക് 170 രൂപയായി. 200 രൂപയായിരുന്ന വെളുത്തുള്ളിയും ആഴ്ചകളുടെ വ്യത്യാസത്തിൽ 300 മുതൽ 320 രൂപയിലെത്തി. അതേസമയം സിവിൽ സപ്ലൈസിന്റെ ഓണച്ചന്തയിൽ പല സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. സബ്സിഡി ഇനങ്ങൾക്കാണ് വില കൂടിയത്. കുറുവരിക്ക് കിലോയ്ക്ക് 30 രൂപയായിരുന്നത് 33 രൂപയായി. തുവരപ്പരിപ്പിന് 4 രൂപ കൂടി. പഞ്ചസാരക്ക് 27 നിന്ന് 33 രൂപയായി. സബ്സിഡിയിൽ ലഭിക്കുന്ന 13 ഇനങ്ങൾക്കാണ് വില കൂടിയത്. ഓണം അടുക്കുന്നതോടെ വില ഇനിയും കൂടുമോ എന്നാണ് ജനങ്ങളുടെ ആശങ്ക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.